എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് ഭാരത് ജോഡോ യാത്രയിലേക്ക് തന്നെയാണ്. അവിടെ ഭാരത് ജോഡോ ന്യായ് യാത്രക്കിടെ ഗുവാഹത്തിയിൽ സംഘർഷം. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പേരിൽ കോൺഗ്രസും അസം സർക്കാരും തമ്മിലുള്ള പോര് തുടരുകയാണ്. അസമിലെ ഗുവാഹത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും ഗുവാഹത്തിയിൽ പര്യടനം നടത്താൻ അസം പോലീസ് അനുമതി നൽകിയിട്ടില്ല. തന്നെ കാണാൻ വിദ്യാർത്ഥികളെ അനുവദിക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസം മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. That Rahul Gandhi must not be allowed to speak to the students of this university. But now, why is it important? It's not important that Rahul Gandhi comes or Rahul Gandhi doesn't come. That's not important. What is important is that you are allowed to listen to anybody you want to listen to. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമാകും. ബംഗാളിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് CPIഎമ്മിന് പ്രത്യേക ക്ഷണമുണ്ട്. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം യാത്രയിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. എന്നാൽ വേദിയിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകരുത് എന്ന് CPIഎം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഡൽഹിയിൽ ബൽറാം നുരങ്ങണി. ബൽറാം, അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര അതിന്റെ സുഗമമായ പര്യടനം നടത്താൻ അനുവദിക്കില്ല എന്ന് അസം സർക്കാർ നയപരമായ തീരുമാനമെടുത്തു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ടോ? എന്താണ് ആ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണം? ബൽറാം. ഹഷ്മി, കോൺഗ്രസിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ വിമർശകൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അസമിലെ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പര്യടനം ആരംഭിച്ചത് മുതൽ തന്നെ നിരവധി തവണ സംഘർഷ രംഗങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിലുണ്ടായതാണ് ജോർബാത്തിൽ വെച്ച് ഈ ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഭാരത് ജോഡോ ന്യായ് യാത്ര ശ്രമിച്ചതോടെ അസം പോലീസ് തടഞ്ഞത്. ബാരിക്കേഡുകൾ വെച്ചാണ് പോലീസ് ഈ യാത്ര നഗരത്തിലേക്ക് കടക്കുന്നത് തടഞ്ഞത്. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ തകർത്തു. ഇതോടെ അസം പോലീസ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ജയറാം രമേശും അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് മുന്നിൽ വെച്ച് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തി. രാഹുൽ ഗാന്ധി അതിശക്തമായ പ്രതികരണമാണ് ഇതിനെ തുടർന്ന് നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും അസം മുഖ്യമന്ത്രിയും ചട്ടങ്ങൾ ലംഘിക്കുന്നു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിക്കാൻ തയ്യാറല്ല. അത് അവർ ദുർബലരായതുകൊണ്ടല്ല, മറിച്ച് ശക്തരാണ്, ധീരരാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നും കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തേക്കാം എങ്കിലും നിയമം ഒരിക്കലും ലംഘിക്കില്ല എന്നുമാണ് രാഹുലിൻ്റെ പ്രതികരണം. നേരത്തെ തന്നെ ഈ ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കുന്നത് തടയും എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരുന്നു. അത് ലംഘിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അസം പര്യടനം പൂർത്തിയാക്കി ബംഗാളിലേക്ക് പ്രവേശിക്കുമ്പോൾ സിലിഗുഡിയിൽ വെച്ച് ഈ നേതാക്കളെ ഉൾപ്പെടെ തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യും എന്നായിരുന്നു മുന്നറിയിപ്പ്. ഇത്തരത്തിലുള്ള വാക്പോര് നേരത്തെ മുതൽ തന്നെ നിലവിലുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഘർഷ രംഗങ്ങളാണ് ഈ അല്പസമയം മുമ്പ് ഉണ്ടായത്. ഈ നഗരത്തിലേക്ക് നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഗുവാഹത്തി നഗരത്തിലൂടെ റാലി നടത്തിയ അതേ റൂട്ടിലൂടെയാണ് തങ്ങളുടെ റാലി എന്നും എന്തുകൊണ്ടാണ് തങ്ങൾക്ക് അനുമതി നൽകാത്തത് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലും അതിന് അനുമതി നൽകില്ല എന്നും അത് പൊതുജീവിതത്തെ ബാധിക്കും എന്നുള്ള മറുപടിയാണ് പോലീസ് നൽകുന്നത്. അതേസമയം ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്കിടെ വിദ്യാർത്ഥികളുമായി താൻ സംവദിക്കുന്നത് തടയാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുകയും അതനുസരിച്ച് സർവകലാശാല അധികൃതരുമായി ഈ മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുകയും ചെയ്തു എന്ന് രാഹുൽ ആരോപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടെയാണ് ആരോപണം. സ്വതന്ത്ര ചിന്തയോടെ മുന്നോട്ട് പോകണമെന്നും രാജ്യത്തിൻ്റെ ഭാവി വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര ചിന്തയിൽ അധിഷ്ഠിതമാണ് എന്നുമാണ് രാഹുൽ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പര്യടനത്തിലേക്ക് ബംഗാളിൽ എത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതിനായി CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ക്ഷണിച്ചിരിക്കുന്നു.
പ്രദീപ് ഭട്ടാചാര്യ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് മുഹമ്മദ് സലീമിനെ ക്ഷണിച്ചിരിക്കുന്നത്. പങ്കെടുക്കാൻ CPM താല്പര്യം അറിയിച്ചിരിക്കുന്നു. എന്നാൽ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 28 മുതൽ തിരുവനന്തപുരത്ത് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നതിനാൽ താൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും പ്രതിനിധിയെ അയക്കാം എന്ന് മുഹമ്മദ് സലീം അറിയിച്ചതായാണ് വിവരം. ഒപ്പം തന്നെ എന്നാൽ ഈ വേദിയിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകരുത് എന്നാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി. ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ക്ഷണമുണ്ടെങ്കിലും ഇതുവരെയും തീരുമാനം അറിയിച്ചിട്ടില്ല. അതേസമയം ബീഹാറിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഉപമുഖ്യമന്ത്രി തേജസ് യാദവും യാത്രയുടെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി ബൽറാമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ അസമിൽ ഗുവാഹത്തിയിലടക്കം ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ വെല്ലുവിളി നേരിടുന്നു. തടയാൻ അടക്കമുള്ള ഭരണകൂടത്തിന് നീക്കങ്ങളൊക്കെ നടക്കുന്നു. ഒരു പ്രേക്ഷകനൊക്കെ ചോദിക്കുന്നുണ്ട്, മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് എന്തുകൊണ്ടൊരു റാലി നടത്താൻ, ഇർഷാദ് പുൽവട്ട് ആഷ്മി മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് റാലി നടത്താൻ ഇന്ത്യയിൽ കഴിയില്ലെങ്കിൽ എവിടേക്കാണ് രാജ്യത്തിൻ്റെ പോക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ജാസ്മിൻ ജെയ്വിൻ, ആഷ്മി ബ്രോ, രാഹുൽ ഗാന്ധി ഒതുക്കാൻ പ്രത്യേക തീരുമാനമുള്ളത് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അത്തരത്തിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, പൗലോസ് മേപ്പോക്കിൽ, കൊച്ചി പ്രേക്ഷക സമ്മേളനത്തിന് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും കൂടി പ്രവേശനം കിട്ടുമോ, പ്രീ സ്ലിപ്പ്. ചേട്ടാ, വലിയ പാടൊന്നുമില്ല. നമ്മുടെ ഇപ്പോൾ ഈ നമ്പറൊക്കെ നമ്മുടെ എൽബാനിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ നമ്പർ ഒന്ന് വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത്, വലിയ പണിയുള്ള അല്ലല്ലോ, അല്ലെങ്കിൽ പ്രത്യേക ഫീസൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എന്താണ് QR കോഡ് സ്കാൻ ചെയ്ത് ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നേ, വലിയ പണിയുള്ള കാര്യമല്ലോ. എന്നാൽ നമുക്കൊരു കണക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സാധനം. മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച റവന്യൂ വിഭാഗം. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. ചിന്നക്കനാലിലെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ 50 സെന്റ് പുറമ്പോക്ക് എന്നാണ് കണ്ടെത്തൽ. 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് മാത്യു കുഴൽനാടന്റെയും കൂട്ടാളിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലുള്ളത്. എന്നാൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം റവന്യൂ വിഭാഗം സ്ഥലമളന്നപ്പോൾ കണ്ടെത്തിയത് 50 സെന്റ് അധിക സർക്കാർ ഭൂമി. മതിൽ കെട്ടിത്തിരിച്ച ഈ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികൾ ആവശ്യപ്പെട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വിജിലൻസും സർക്കാരിനെ സമീപിക്കും. റിസോർട്ട് വാങ്ങുന്ന സമയത്ത് ഭൂമി അളന്നു നോക്കിയിട്ടില്ലെന്നും സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മാത്യു കുഴൽനാടൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1000 ചതുരശ്ര അടിയുള്ള കെട്ടിടം രജിസ്ട്രേഷനിൽ മറച്ചുവെച്ച മാത്യു കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചാൽ അത് പ്രതിരോധിക്കാൻ മാത്യു കുഴൽനാടൻ ഒരൽപ്പം വിയർക്കും. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ബിജു ചെറുവനൂർ പറഞ്ഞു, സംസ്ഥാന സമ്മേളനത്തിന് വരാൻ പറ്റാത്തവരുടെ കാര്യം മറക്കരുത് എന്ന് പറയുകയാണ്. വരാൻ പറ്റാത്തവർ ഉറപ്പായും 1:30 മുതൽ തന്നെ ലൈവ് നമ്മൾ കാണിക്കുന്നുണ്ടാകും. ഒപ്പം പ്രത്യക്ഷമോ അല്ലെങ്കിൽ കൂടി സംസ്ഥാന സമ്മേളനത്തിൽ വരാൻ പറ്റാത്തവരും പങ്കെടുക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രകാശ് ബി ചോദിക്കുകയാണ്, ഹാഷ്മി എടപ്പാൾ കണ്ണൻകാവിലെ ആനയെ പിടിച്ചു കെട്ടിയോ എന്ന് സജീവൻ എടപ്പാളിനോട് ചോദിക്കണം. സജീവൻ ചേട്ടോ, പിടിച്ചു കെട്ടിയോ എന്ന് പറഞ്ഞു കൊടുക്കണേ നമ്മുടെ പ്രകാശന്. ഓക്കെ, അന്വേഷണത്തിനെതിരെ ഏതാണ് നമ്മുടെ മാസപ്പടി അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണം എന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ROC റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഗൗരവമുള്ള സംഭവങ്ങളാണ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ 210 പ്രകാരമുള്ള അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തുവരില്ല. കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് അന്വേഷിക്കാൻ മാത്രമേ ROC അധികൃതർക്ക് കഴിയുകയുള്ളൂ. CBI, ED എന്നിവയ്ക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ കേസെടുക്കാനാകില്ല. ആയതിനാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ഉപഹർജിയിലെ ആവശ്യം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്ന് ആരോപിച്ച ഷോൺ നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെടുന്നു. മാസപ്പടി വാങ്ങി രാഷ്ട്രീയ നേതാക്കൾ കേരള തീരത്ത് അനധികൃത മൈനിംഗ് അനുവദിച്ചതുവഴി വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോൺ ജോർജിന്റെ ആദ്യ ഹർജി. ഈ ഹർജിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം സംബന്ധിച്ചുള്ള ഉത്തരവിന്റെ പകർപ്പ് കോടതി തേടിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല എന്ന് കേന്ദ്രം.
ആലപ്പുഴയിലെ തൊട്ടപ്പള്ളി കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഖനനവുമായി ബന്ധപ്പെട്ട KMMRL യാതൊരു അനുമതിയും നൽകിയിട്ടില്ല എന്ന് കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ അത് ഖനനമല്ല, പ്രളയം ഒഴിവാക്കാനുള്ള മണ്ണു നീക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. തോട്ടപ്പള്ളിയിൽ മണ്ണ് നീക്കുന്നതിന്റെ മറവിൽ ഖനനം നടക്കുന്നുവെന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി അത് വിസമ്മതിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. ഈ നോട്ടീസിനുള്ള മറുപടിയിലാണ് ഖനനവുമായി ബന്ധപ്പെട്ട് KMML-ന് ഒരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഖനനമല്ല നടക്കുന്നതെന്നും സ്പിൽവേയിൽ തടസ്സമില്ലാതെ വെള്ളം ഒഴുകാനുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണെന്നാണ് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തോട്ടപ്പള്ളിയിൽ ശക്തമായ സമരം നടക്കുന്നുണ്ട്. ലോഡ് കണക്കിന് മണലുകൾ പൊഴിമുറിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. തോട്ടപ്പള്ളി സ്വദേശി സുരേഷ് കുമാർ, സീതിലാൽ എന്നീ ഹർജിക്കാർക്കായി അഭിഭാഷകൻ ജെയിംസ് P. തോമസ് ആണ് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടികൾ വിശദമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക. 24 ഡൽഹി. ലില്ലി ചോളി ചോദിക്കുന്നു, ഇന്ന് ഹാഷ്മി വലിയ ഗൗരവത്തിലാണല്ലോ. സാധാരണ ഗുഡ് ആഫ്റ്റർനൂൺ ന്യൂസിൽ വളരെ പ്ലസൻ്റാണ് കാണാറുള്ളത്. എന്ത് പറ്റി? ഒന്നും പറ്റില്ല ചേച്ചി, ഒന്നും പറ്റില്ല. വലിയ ഗൗരവമൊന്നുമില്ല. അനീസയുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് ഉത്തരവ്. കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മേലുദ്യോഗസ്ഥരിൽ നേരിട്ട മാനസിക പീഡനത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. അനീഷയുടെ ഫോൺ കുടുംബം പോലീസിന് കൈമാറും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും എനിക്ക് അത്രയും അപമാനിച്ച് ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ടാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പീഡനത്തെക്കുറിച്ച് അനീഷ സുഹൃത്തുക്കളോട് പറയുന്ന ശബ്ദ സന്ദേശമാണിത്. അനീഷയുടെ മൊബൈൽ ഫോണിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്. ഫോൺ കുടുംബം പോലീസിന് ഉടൻ കൈമാറും. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെതിരെയാണ് ഗുരുതരമായ പരാതി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നാണ് ആക്ഷേപം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് അഭിഭാഷകർക്കുമുള്ളത്. അതിന്റെ ഏതറ്റം വരെ പോകുന്ന തരത്തിലും ഞങ്ങൾ ഇത്തരം പീഡനങ്ങൾക്ക് വിധേയമാകപ്പെടുന്ന സുപ്പീരിയർ ഓഫീസർമാരിൽ നിന്ന് പീഡനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരം വ്യവസ്ഥിതികൾ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എല്ലാ സമരമാർഗങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ അതിനുവേണ്ടിയും നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. പരവൂർ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടു. DDP K. ഷീബയ്ക്കാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ അനീഷ വിശദമായി എഴുതിയ ബുക്കും പോലീസിന് ലഭിച്ചു. കുടുംബത്തെ നേരിൽ കണ്ട് കൊല്ലം ബാർ അസോസിയേഷൻ പിന്തുണ അറിയിച്ചു. മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് അജിത് കുമാറാണ് അനീഷയുടെ ഭർത്താവ്. 24 കൊല്ലം. പ്രശ്നം ചോദിക്കുകയാണ്, ഗസയിൽ ഹമാസ് വ്യോമാക്രമണം നടത്തിയെന്ന് എഴുതി കാണിക്കുന്നത് ശരിയാണോ ചോദിക്കുകയാണ്. അപ്പോൾ ഹമാസ് ഇത്ര നാളും വ്യോമാക്രമണം നടത്തിയെന്നൊരു വാർത്ത വന്നിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെയാണെന്ന് പറയുന്നു. അതിൽ കുറേയധികം ഇസ്രായേൽ സൈനികർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഗസയിൽ ഗ്രൗണ്ട് അസോൾട്ട് തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായി കൂട്ടത്തോടെ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. യുദ്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സൈനികർ കൊല്ലപ്പെടുന്നത് ഇസ്രായേൽ പറയുകയാണ്. ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 208 ഇസ്രായേൽ സൈനികരുടെ എണ്ണം 208 ഉയർന്നു. സ്ഫോടനത്തിൽ കെട്ടിടം തകർന്നാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്ന് പ്രതിരോധ സേന പറയുന്നുണ്ട്. ഇപ്പോഴും ആ കെട്ടിടത്തിലൂടെ ഉള്ളിൽ നിരവധി ഇസ്രായേൽ സൈനികർ കുടുങ്ങിക്കിടക്കുന്നതായും സൂചനയുണ്ട്. അപ്പോൾ അവിടെ ഗസയിലെ ഗ്രൗണ്ട് കരയാക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ വാർത്തയും സൂചിപ്പിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. അയോധ്യ രാമക്ഷേത്രത്തിൽ സന്ദർശക പ്രവാഹം. ആയിരക്കണക്കിന് ആളുകളാണ് ദർശനത്തിനായി കാത്തുനിൽക്കുന്നത്. ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. തിരക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികൾ ഉണ്ടായേക്കും. അയോധ്യ രാമക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്തതിന് പിന്നാലെ ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് നിയന്ത്രണാതീതമായി. വരും ദിവസങ്ങളിലെ സാഹചര്യം വിലയിരുത്തി കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു.
സകല നിയന്ത്രണങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ പുലർച്ചെ മുതൽ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് മണിക്കൂറുകളോളം ദർശനത്തിനായി ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നതാണ് അവസ്ഥ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പടിച്ചിരുന്നവരെല്ലാം ദർശനത്തിനായി രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. താൽക്കാലിക ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും നിത്യപൂജകളായി പുതിയ ശ്രീരാമക്ഷേത്രത്തിലും നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 7 വരെയുമാകും ദർശനം. ഈ കൾച്ചറിന് മാത്രം ചെറിയ കുറച്ച് വ്യത്യാസമുള്ളൂ. ബാക്കി ഈ പൂജ ചെയ്യണതോ അങ്ങനെ ഭഗവാൻ പ്രതിഷ്ഠ ചെയ്യണതോ ആ ദാക്ഷിണ്യത്തിലും ഇവിടെ അത്ര വ്യത്യാസമൊന്നുമില്ല. ചെയ്യുന്ന രീതിയൊക്കെ ഒരേ തന്നെ സെയിം തന്നെ രീതി തന്നെയാണ്. അതേ സെയിം ജലാധിവാസ സേന നമ്മളെങ്ങനെ അങ്ങോട്ട് ചെയ്യണുണ്ടോ ബിംബശുദ്ധി അങ്ങനെ ചെയ്യേണ്ട സെയിം അങ്ങനെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്രിയ എല്ലാം ചിട്ടേ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തെങ്കിലും ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ അത് ബാധിച്ചിട്ടില്ല. 3ാം നിലയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്നും തുടർന്നു. CRPF ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല ഇന്നു മുതൽ സംസ്ഥാന പോലീസിന് കൈമാറി. എന്നാൽ ഏതാനും ആഴ്ചകൾ കൂടി CRPF സംസ്ഥാന പോലീസിനൊപ്പം ക്ഷേത്രത്തിൽ തുടരും. തിരക്ക് അനിയന്ത്രിതമാകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ സുരക്ഷാ ഏജൻസികൾ ട്രസ്റ്റ് അധികാരികളുടെ അഭിപ്രായം തേടി. ജനപ്രവാഹം ഇങ്ങനെ തുടർന്നാൽ വരുന്ന ദിവസങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്ന നിലപാടിലാണ് സുരക്ഷാ ഏജൻസികൾ ഉള്ളത്. ദർശന സമയം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ട്രസ്റ്റും ഉടൻ കൈക്കൊള്ളും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. ഇതായിപ്പോ വരുന്ന വാർത്ത. മുംബൈയിൽ അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്ന റെയിൽവേ ജീവനക്കാരെ ലോക്കൽ ട്രെയിൻ ഇടിച്ചു വീഴ്ത്തി 3 ജീവനക്കാർ മരിച്ചു എന്നൊരു സങ്കടകരമായ വാർത്ത മുംബൈയിൽ നിന്ന് വരുന്നുണ്ട്. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാബറി മസ്ജിദ് സംബന്ധിച്ച ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എന്ന് DYFI. ഇന്നലെ റാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കം BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് DYFI രംഗത്ത് എത്തിയിരിക്കുന്നത്. അയോധ്യയിൽ ഇന്നലെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് പിന്നാലെയാണ് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ കോളേജ് ഗേറ്റിന് മുന്നിൽ ആനന്ദ് പട്വർത്തന്റെ റാം കെ നാം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പ്രദേശത്തുണ്ടായിരുന്ന BJP പ്രവർത്തകർ ഇതിനെ എതിർത്തു. തുടർന്ന് BJP പ്രവർത്തകരും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നാലെ പോലീസ് എത്തി വിദ്യാർത്ഥികളോട് പ്രദർശനം മാറ്റണമെന്നാവശ്യപ്പെട്ടു. ഇതോടെ തർക്കത്തിനൊടുവിൽ ക്യാമ്പസിനുള്ളിലേക്ക് ഡോക്യുമെന്ററി പ്രദർശനം വിദ്യാർത്ഥികൾ മാറ്റി. ഈ സാഹചര്യത്തിലാണ് DYFI വിഷയം ഏറ്റെടുത്തത്. ക്യാമ്പസിന് പുറത്ത് ഡോക്യുമെന്ററി വിദ്യാർത്ഥികൾ പ്രദർശിപ്പിക്കുമെന്നും അതിന് DYFI പിന്തുണ നൽകുമെന്നും DYFI അറിയിച്ചു. എവിടെയും കോട്ടയത്താണെങ്കിലും ശരി, അകലക്കുന്നത്താണെങ്കിലും ശരി, മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി, രാം കെ നാം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ DYFIയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും. ഇന്ന് വൈകുന്നേരമോ നാളെയോ ഡോക്യുമെന്ററി പ്രദർശനം നടത്താനാണ് DYFI ആലോചിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പിന്തുണയും ഇതിനുണ്ട്. അതേസമയം പ്രദേശത്ത് സുരക്ഷ കർശനമാക്കാൻ പോലീസും തീരുമാനിച്ചു. 24 കോട്ടയം. ഡേവിസ് നിർപ്രേക്ഷ പറയുകയാണ്, ആഷ്മി, ആത്മഹത്യാ ന്യൂസ് അതുപോലെ തന്നെ ദുരന്ത വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? നിങ്ങളെപ്പോലെ തന്നെയാണ്. അത് കാണുമ്പോൾ വലിയ വിഷമവും സങ്കടം ഉണ്ടാകുന്ന അതേ മാനസികാവസ്ഥ തന്നെയാണ് നമുക്കും വാർത്ത വായിക്കുമ്പോൾ. നമുക്ക് മനുഷ്യരല്ലേ. ജയറാം പറഞ്ഞു, കളമശ്ശേരിയിൽ റോഡ് ക്രോസ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. 24 ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മെട്രോ തൂണ്ട താഴെയൊക്കെ ഇല്ല, ഭയങ്കര ശരിയാണ്, വലിയ കാര്യമായ പ്രശ്നം അവിടെ ഉണ്ട്. ഒരു വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, എന്തായിരുന്നു, ഷാജി പുകയിൽ എന്താണ്, നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ എന്ന് പറയുന്നുണ്ട് ഷാജി. ശരിയാണ്, രാവിലെ മുതൽ തന്നെ വലിയ ചൂട് തുടങ്ങുന്നു, വലിയ വേർപ്പ്. ചൂടിൻ്റെ പ്രശ്നമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ എന്നൊരു സംശയമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാർത്തയ്ക്കും അല്ലാതെയും ഒക്കെ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. താങ്ക് യു. ഹാഷ്മി, വിജയകുമാറിൻ്റെ ശബ്ദത്തിന് എന്ത് പറ്റിയെന്ന് ബിജു ചെറുവന്നൂർ ചോദിക്കുന്നുണ്ട്. അവിടെ കൊടിയ തണുപ്പാണ്, ഭീകര തണുപ്പാണ് അവിടെ. അപ്പോൾ തണുപ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കോൾഡും ജലദോഷവും സൗണ്ടൊക്കെ പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല ഇന്നലെയൊക്കെ നല്ല ശബ്ദ വ്യായാമം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും തണുപ്പും ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ്. വിജയേട്ടൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശശി തരൂരിനെതിരെ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജ് പ്രതിഷേധവുമായി SFI. രാമക്ഷേത്രത്തിൻ്റെ ചിത്രം ഇന്നലെ തരൂർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് എതിരെയായിരുന്നു. ജനാധിപത്യ സംസ്ഥാനത്തിന് തരൂർ അപമാനമാണെന്ന് ബാനർ പ്രവർത്തകർ കോളേജിൽ ഉയർത്തി. കോളേജിൽ KSU സംഘടിപ്പിച്ച പരിപാടിക്കായി ശശി തരൂർ എത്തിയപ്പോൾ SFI പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശിയും കൈകൂപ്പിയുമായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണം. തൻ്റെ പോസ്റ്റ് SFI പ്രവർത്തകർ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് ശശി തരൂർ പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പ്രതിപക്ഷം സഹകരിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിലെ കോൺഗ്രസിന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സമീപനമാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്രം തരാനുള്ളതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയാൽ ഇപ്പോഴത്തെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ അടുത്ത മാസം 8-ാം തീയതിയാണ് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തുന്നത്. പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും സമരവുമായി സഹകരിക്കേണ്ട എന്നായിരുന്നു UDF നിലപാട്. ഈ നിലപാട് സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്നാണ് ധനമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മിനിമം അജണ്ട നടപ്പാക്കി ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന BJP ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തത് ഇങ്ങനെയായല്ലോ. സമരത്തിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും പങ്കെടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു. ഇതിനകത്ത് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഡൽഹി സമരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ സർക്കാർ നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം പരമാവധി ചർച്ചയാക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. 24 തിരുവനന്തപുരം. പ്രദീപ് പറയുകയാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇറ്റലിയിൽ എന്ന് പറയുകയാണ്. അപ്പോൾ തണുപ്പുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് പ്രേക്ഷകർ ചൂട് വാർത്തകൾ കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 5.75 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട്. 3.75 ലക്ഷം പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 2.7 കോടി വോട്ടർമാരാണ് ആകെ. മലപ്പുറമാണ് കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. വയനാട്ടിലാണ് കുറവ് വോട്ടർമാർ. അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. 2.7 crore ആണ് ആകെ ടോട്ടൽ. 2.70 99,000. അത് 6,26,20,000 അഡിഷൻ കമ്പയർഡ് ടു 2023 റോളിന്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, യങ് വോട്ടേഴ്സ് 18 to 19 and 20 to 29 അതിൽ ഒത്തിരി വർധന വന്നിട്ടുണ്ട്. അബൌട്ട് 2.7 lakhs പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധ്യത ചോദിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരെ ഭരിക്കാൻ അനുവദിക്കാത്ത അവസ്ഥ കേരളത്തിലുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ മന്ത്രിമാർക്ക് പൂർണ്ണമായി കീഴ്പ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വമാണോ കേരളത്തിൽ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. വേറൊരു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, കുറേയധികം പ്രേക്ഷകർ എന്താണ് ഇന്നലെ എവിടെയായിരുന്നു അനുകൃഷ്ണൻ ചോദിക്കുന്നു. ഇന്നലെ ഒരു ചെറിയ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ രാവിലെ ട്രെഡ്മില്ലിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നിടയ്ക്ക് കാലം തെറ്റി നടുവൊന്ന് ചെറുതായിട്ട് ഒഴുകി. അപ്പോൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ട്രെഡ്മില്ലിൽ നടക്കുന്നവർ സൂക്ഷിച്ച് ആപ്സൈൻമെൻറ്റ് ആവാതെ നടക്കണം എന്നുള്ള കാര്യം ഞാൻ പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. ശശി തരൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ഈ ബ്രഹ്മണോ ദൈവമോ ജീസസോ അല്ലയോ എന്ത് വേണമെങ്കിൽ നമ്മുടെ ആ സമ്പർക്കം ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നത്, ഒരു ദിവസം എനിക്ക് അയോധ്യയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഈ സമയത്ത് ഒരു രാഷ്ട്രീയ വേദിയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസരത്തിൽ ഞാൻ പങ്കെടുക്കില്ല. എന്നെ ക്ഷണിച്ചിട്ടില്ല, അതൊരു പ്രശ്നമല്ല. എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇതായിരിക്കും എൻ്റെ സ്റ്റാൻഡ്. ഇതാണ് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയണം, ഈ വിഷയത്തിൽ നമ്മളുടെ മതേതര രാജ്യത്തിൽ, നമ്മൾ മതേതരത്തിന് അർത്ഥമല്ല നമ്മളെല്ലാവർക്കും മതമില്ല. എല്ലാവർക്കും അവരുടെ മതമുണ്ടാവാൻ അവകാശമുണ്ട്. എല്ലാവരും പരസ്പരം മറ്റേവരുടെ മതത്തിനെ ബഹുമാനിക്കണം, മതവിശ്വാസത്തെ ബഹുമാനിക്കണം. അതാണ് നമ്മളുടെ സെക്യുലറിസമിൻ്റെ കോൺസെപ്റ്റ് ഭാരതത്തിൽ. ഇറ്റ്സ് മോർ പ്ലൂറലിസം ദൻ സെക്യുലറിസം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ. ഹിന്ദിയിലാണെങ്കിൽ ധർമ്മനിരപേക്ഷത, അല്ലാതെ ഒരു പന്ത് നിരപേക്ഷത. അതിനർത്ഥം ഏത് പ്രത്യേക മതത്തിന് വേണ്ടി ഒരു ഫേവറിസം കൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ BJPക്ക് വിട്ടുകൊടുക്കുന്നത്? എൻ്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അവരുടെ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം ഭക്തനായ എല്ലാവരും BJPക്ക് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJPക്കാരനാണോ? ഇതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിലല്ല. അത് അവരുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ പലവരും രാം വിശ്വാസികളുണ്ട്. അതിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സന്ദേശം എത്താൻ ചിലർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും ഇവിടെ വരാത്തവരും എല്ലാവരും ആന്റി ഹിന്ദു എന്ന് പറയുന്നത്, അതിനെ എതിരിച്ചിട്ട് നമ്മളും നമ്മളുടെ ക്ലെയിമിനെ ലേ ചെയ്യാനും അവകാശമുണ്ട്. മതം നമ്മളുടെയുമാണ്. ദൈവത്തെ നമ്മൾക്കും അംഗീകരിക്കാൻ സാധിക്കും, നമ്മൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും. ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ വരി, അത് മാത്രമല്ല ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുക. ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെ ഒരു വാചകം, സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത്, സിയ എന്ന് പറഞ്ഞാൽ സീതയാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ
ജയ വിളിക്കുന്നത് മാത്രമാണത്. അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യങ്ങളും അതിൽ ഒരേ സന്ദേശത്തിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന്, രാമചന്ദ്രൻ നമ്മുടെ ഭക്തി. രണ്ടാമത്തത്, ചിലവര് ഒരു 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 മഹിള വിരുദ്ധ മൈൻഡ് സെറ്റിൽ സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാമന് അത് എല്ലാ ജയ ശ്രീരാം മാത്രം രാമനെ ഒറ്റയ്ക്ക് കാണുന്നത്. നേരെ മറിച്ച് നമ്മളുടെ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ രാം രാം എന്ന് പറയുന്ന പോലെ ജയ സിയാറാം എന്നും പറയും. അപ്പോഴും ആ സീതയും ഉണ്ടായിരുന്നു രാമും ഉണ്ടായിരുന്നു ഒരുമിച്ച്. പലവരും സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ അതിനും ഒരു സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ ശരിക്ക് പണ്ടത്തെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രാമനെയാണ് ആലോചിക്കേണ്ടത്, സീതയോടൊപ്പം നിന്ന രാമൻ. ആ സീതാറാം സിയാറാം, അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വാക്ക് ഇറങ്ങിയത്. അതിനെനിക്ക് പ്രത്യേകിച്ചൊരു പറയാനൊരു ഒരു ഒരു സംശയവുമില്ല. ഇതൊരു വെറും ഒരു വ്യക്തിപരമായ ഭക്തിയുടെ കാര്യത്തെക്കുറിച്ച് ഒരു വരി എഴുതി അതിന് ഇത്ര വലിയ വിവാദമാക്കാൻ ഞാൻ ആവശ്യം തോന്നുന്നു. ഒരു മുറിവും ഇത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഒരു രാഷ്ട്രീയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. കോൺഗ്രസ്സുകാര് രാമനെ BJPക്ക് വിട്ടുകൊടുക്കണം, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം? അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ തയ്യാറല്ല. അത് മാത്രമല്ല, എൻ്റെ പാർട്ടിയുടെ ഒരു ഭൂരിപക്ഷ വ്യക്തികൾ അത് വിട്ടുകൊടുക്കില്ല. പല ദൈവവിശ്വാസികളുണ്ട് എല്ലാ പാർട്ടികളിലും. പക്ഷെ എൻ്റെ പാർട്ടിയിൽ ഉള്ള ഹിന്ദു രാം ഭക്തന്മാര് നാളെയോ മറ്റന്നാൾ അയോധ്യ പോയാൽ വേറെ ആർക്കും മുറിവ് കൊടുക്കാനില്ല, അവർക്ക് അവരുടെ ഭക്തി കാണിക്കാൻ മാത്രം. കോൺഗ്രസ് പാർട്ടിയും പറയുന്ന നിലപാട് ഇത് രാമക്ഷേത്രം അത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് രാമക്ഷേത്രത്തിനെതിരാണ് എന്നാണ്. അല്ലല്ല, ഈ ചടങ്ങിനെ എതിരിച്ചു. രാമക്ഷേത്രത്തിനെ ആരും എതിരിക്കും. ബാബരി പള്ളിയാണ് നീതി എന്നുള്ള ഒരു ബേസിക് ഇതാണ് സെക്യുലർ സ്വഭാവമുള്ള മനുഷ്യർ ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയ ചോദ്യം. അപ്പോൾ അവിടെ ഒരു രാമക്ഷേത്രമായിരുന്നു നീതി എന്നുള്ളത് മാത്രമാണ് ക്ലാരിറ്റി വേണ്ട ചോദ്യം. അല്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അറിയണ്ടാവില്ലായിരിക്കും. പക്ഷെ 1992 ഞാൻ സംസാരിച്ച് ആ ചെയ്തതിനെ എതിരിച്ച് അതിനെ കണ്ടം ചെയ്ത് പ്രഭാഷണം ചെയ്ത് ആർട്ടിക്കിൾ എഴുതി ലോകം മുഴുവൻ എഴുതിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒളിക്കാൻ ആവശ്യമില്ല. ഞാൻ സ്പഷ്ടമായി നിന്നു, ഇത് ചെയ്തത് തെറ്റായിരുന്നു പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് കൂടി ഞാൻ പറഞ്ഞു, പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണണമെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല, ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലൊരു അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം എടുക്കുന്ന വരെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിനെ പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി. അതിൻ്റെ അർത്ഥം ഒരു രാജ്യത്തിൽ. അപ്പോൾ ആ രാംലല്ലയുടെ ചിത്രം പങ്കുവച്ച ജയ് സിയാറാം എന്ന മുദ്രാവാക്യം എഴുതി ചേർത്ത് സീതാ സമേതനായ രാമന്റെ പ്രസക്തി ഉയർത്തി കാണിക്കാനാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ആണെന്ന് വിശദീകരിക്കുകയായിരുന്നു ശശി തരൂർ MP. അപ്പോൾ നമ്മളിനി സാമ്പത്തിക വാർത്തകളിലേക്ക് പോകുന്നു. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ ഉണ്ട്. വളരെ പെട്ടെന്ന് സൂര്യശ്രീയിലേക്ക്, അതിനുശേഷം വാർത്തകളിലേക്ക് എത്തും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം, മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ചുവപ്പിൽ മുങ്ങി ഓഹരി വിപണികൾ. നിഫ്റ്റിയിലും സെൻസെക്സിലും കടുത്ത വിൽപ്പന സമ്മർദ്ദം. ആഗോള സൂചികകളിൽ സമ്മിശ്ര പ്രതികരണം. നിഫ്റ്റി 21,400 പോയിന്റിലേക്ക് താഴ്ന്ന് വ്യാപാരം നടത്തി. സെൻസെക്സ് 71,000 താഴെ. നിഫ്റ്റി ബാങ്ക് ഒരു ദിവസത്തെ ഉയർന്ന നിരക്കിൽ നിന്ന് 1,300 പോയിന്റ് ഇടിഞ്ഞു. സോണിയുമായുള്ള ലയന സാധ്യതകൾ അവസാനിച്ചതോടെ തകർന്നടിഞ്ഞ സി എന്റർടൈൻമെന്റ് ഓഹരികൾ. ഓഹരി വില 30% ഇടിഞ്ഞ് 162 രൂപയിലെത്തി. ജനുവരി മാസത്തിൽ മാത്രം ഓഹരിയുടെ നഷ്ടം 37% ഉയർന്നു. സോണി ഗ്രൂപ്പിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി സി എന്റർടൈൻമെന്റ്സ്.
ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി ഇന്ത്യ ഹോങ്കോങ്ങിനെ പിന്തള്ളി. ഇന്ത്യൻ ഓഹരി വിപണിയുടെ മൂല്യം $4.3 ട്രില്യൺ റീറ്റെയിൽ നിക്ഷേപ അടിത്തറയും ശക്തമായ കോർപ്പറേറ്റ് വരുമാനവും വളർച്ചയ്ക്ക് കാരണമായെന്ന് കണ്ടെത്തൽ. ഒരു കോടി വീടുകൾക്ക് സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി സൂര്യോദയ് യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയിലൂടെ ഊർജ്ജ മേഖലയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തിയിലെത്തിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധർ. സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള മറ്റ് ലോഹങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ 15% ഉയർത്തി കേന്ദ്ര സർക്കാർ. 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും ഓൾ ഇൻഡസ്ട്രി ഡ്യൂട്ടി ഡ്രോബാക്ക് 5%. തീരുമാനം ഇറക്കുമതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്. ഇനി ഓഹരി വിപണിയുടെ ഒരു ട്രെൻഡിലേക്ക് കടക്കാം. ഓഹരി വിപണി രാവിലെ ഒരു പോസിറ്റീവ് മോഡിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇന്ന് ഒരു നെഗറ്റീവ് മോഡിലാണ് നിലവിൽ ഈ സമയങ്ങളിൽ വ്യാപാരം എത്തി നിൽക്കുന്നത്. സൂചികളിലൊക്കെ തന്നെ ഒരു റെഡ് സിഗ്നലാണ് കാണാൻ സാധിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ 21,345 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. 226 പോയിന്റ് ഇടിഞ്ഞ് 21,345 പോയിന്റിലാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ. നിഫ്റ്റി സൂചികളൊക്കെ തന്നെ ഒരു നെഗറ്റീവ് മോഡിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്കിംഗ്, റിയൽറ്റി ഓഹരികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിടുകയാണ്. നിഫ്റ്റി 50-ലെ 53,603 ഇടിവിൽ വ്യാപാരം നടക്കുന്നു. നിഫ്റ്റി ബാങ്കിൽ 45,173 884 പോയിന്റ് ഇടിവിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും 20,205 പോയിന്റ് ഒരു നെഗറ്റീവ് മോഡൊക്കെ തന്നെയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് നോക്കിയാൽ അവിടെയും ഒരു നെഗറ്റീവ് മോഡാണ് കാണുന്നത്. ഒരു റെഡ് സിഗ്നൽ തന്നെയാണ്. 70,731 പോയിന്റിലാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഏകദേശം 691 പോയിന്റ് ഇടിവിലാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ആഗോള മേഖലയിലൊക്കെ തന്നെ ഉണ്ടായ ഒരു സ്ലോ ഡൗൺ ഇന്ത്യൻ വ്യാപാര മാർക്കറ്റിലേക്കൊക്കെ തന്നെ പ്രതിഫലിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇനി ഡോളറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ രൂപയ്ക്കെതിരെ ഡോളറിന് ഒരു നേട്ടമുണ്ട്. ചെറിയൊരു ഇടിവിലാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വ്യാപാരം നടക്കുന്നത്. നിലവിൽ ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാങ്കിംഗ്, IT, റിയൽറ്റി ഓഹരികളൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിടുകയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ടായ ഒരു സ്ലോ ഡൗൺ ഒക്കെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു ഓഹരി മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നുണ്ട്. രാവിലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ബോർഡൊക്കെ തന്നെയായിരുന്നു ഓഹരി വിപണിയിൽ കണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം മാറി ഒരു നെഗറ്റീവ് മോഡലാണ് നിലവിൽ നടക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFS ഡയറക്ടർ KV സാമുവലാണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേരുന്നത്. ശ്രീ KV സാമുവൽ, രാവിലെ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ തന്നെ മാറി സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ഒരു നെഗറ്റീവ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോള മാർക്കറ്റിലുണ്ടായ ഒരു സ്ലോ ഡൗൺ ആണ് ഇതിന് കാരണം. ഒപ്പം മറ്റൊരു ചോദ്യം കൂടി, നിലവിൽ നമ്മുടെ ആഗോള മാർക്കറ്റിലുണ്ടാകുന്ന ഒരു സ്ലോ ഡൗൺ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ തന്നെ ഒരു ചലനം സൃഷ്ടിച്ച് ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു ഇടിവ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് മറികടക്കാൻ നമുക്ക് സാധിക്കുമോ? ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പോസിറ്റീവ് ആയിട്ടാണ്. എങ്കിലും അതിനുശേഷം ഒരു നല്ല സെല്ലിംഗ് ആണ്, ഹെവി സെല്ലിംഗ് ആണ് കണ്ടത്. സാധാരണ ട്രേഡേഴ്സ് സെല്ലിങ്ങിനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നോർമൽ സെല്ലിംഗ്, സാധാരണ സെല്ലിംഗ്, രണ്ടാമത്തെ ഹെവി സെല്ലിംഗ്, മൂന്നാമത്തെ ബ്ലഡ് ബാത്ത്. ഒരു 1000 പോയിന്റ് വരെ ഒരു ദിവസം മൂവ്മെൻറ്റ് വരുന്നതിനെ സെല്ലിംഗ് എന്ന് പറയും. ഒരു 1000 to 2000 ആണെങ്കിൽ ഹെവി സെല്ലിംഗ്. 2000 and above, maybe sometime 3000 and above 3000 could be blood bath. ഇന്ന് സെൻസെക്സിൽ നമ്മൾ ഏകദേശം 1300 പോയിന്റ് ആണ് ഇന്നത്തെ പീക്കിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നത്. നിഫ്റ്റി 400 പോയിന്റോളം, ഏകദേശം 2% ഡ്രോപ്പ് ആയിട്ടുണ്ട്. മെയിനായിട്ട് സെല്ലിംഗ് നടന്നത് ബാങ്കിങ് സ്റ്റോക്ക്, FMC, മെറ്റൽ സ്റ്റോക്കുകളിലാണ്. അതിൽ പ്രത്യേകിച്ചും ഹെവി വെയ്റ്റ്സ് ആയ HDFC ബാങ്ക്, റിലയൻസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ മുതലായവയിലെ സെല്ലിംഗ് ആണ് ഇത്രയൊരു വലിയ ഒരു ഫോള് ഇന്ന് ഉണ്ടാകുവാൻ ഇടയായത്. ഇന്നത്തെ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് സിപ്ല 6.7%, സൺ ഫാർമ 4% ആൻഡ് ഭാരതി എയർടെൽ 2.87%. ലൂസേഴ്സ്
SBI Life 4.5%, IndusInd Bank 4%, Hindustan Unilever 3.75%. സി എൻ്റർടൈൻമെൻ്റ് ആണ് ഇന്നത്തെ ഏറ്റവും ക്രാഷ് സംഭവിച്ച ഒരു സ്റ്റോക്ക്. ഏകദേശം 30%ഓളം ഡ്രോപ്പ് ചെയ്തു. ഇന്നത്തെ അതിൻ്റെ ഹൈ ലോ 162 ആൻഡ് 208. കറൻ്റ്ലി ഇറ്റ് ഈസ് ട്രേഡിംഗ് അറൗണ്ട് 166. അതുപോലെ സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇയർ ഹൈ ലോ 162, 299, ഓൾ ടൈം ഹൈ ലോ 30 rupees ആൻഡ് 822 rupees. അതിൻ്റെ റീസണ് എല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ സെല്ലിങ് ഇന്ന് തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊരു കറക്ഷൻ എന്ന നിലയിൽ അത് പോസിറ്റീവായിട്ട് എടുക്കാനും അതുപോലൊക്കെ ഇത് ഒരു ഈ പ്രോഫിറ്റ് ഉള്ളത് ഇൻവെസ്റ്റേഴ്സ് ബുക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സെല്ലിങ് വരാനുള്ള പ്രധാന കാരണം. താങ്ക് യു സൂര്യ, താങ്ക് യു. നന്ദി ശ്രീ KV സാമുവൽ. ഇനിയും ബാക്ക് ടു ഹാഷ്മി ഇടവേളയ്ക്ക് ശേഷം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം കണ്ടളയിൽ നിന്നാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പിടികൂടിയത്. മരിച്ച ഷഹാനയുടെ ഭർത്താവ് നൌഫൽ, ഇയാളുടെ മാതാപിതാക്കൾ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേർന്നു. ജയശങ്കർ, അവർ പ്രതിഷേധമായൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രതികൾ പിടിയിലാവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇവർ എവിടെ നിന്നാണ് പിടിയിലായത്? കൃത്യമായി ഒളിവിൽ കഴിയുക തന്നെയായിരുന്നോ പ്രതികൾ? ജയശങ്കർ. ആഷ്മി, ഏകദേശം 1 മാസമായി ഷഹന ആത്മഹത്യ ചെയ്തിട്ട് ഈ ഘട്ടത്തിലാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതികളെ പിടിയിലാവുന്നത്. കണ്ടലയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് പ്രതികൾ വിജയവാഡയിലും ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒളിവിൽ താമസിച്ചു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി പോലീസ് പ്രതികൾക്കായി കേരളത്തിന് പുറത്തുൾപ്പെടെ വിശദമായ പരിശോധനകൾ നടത്തി. പ്രതികൾ ഫോൺ ഉപയോഗിക്കാത്ത പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. വഴികളിൽ കാണുന്ന കച്ചവടക്കാരുടെയും കടകളിലെയും മറ്റും ഫോൺ ഉപയോഗിച്ചാണ് ഇവർ നാട്ടിലേക്ക് വിളിച്ചിരുന്നത്. ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം, SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവർക്കായി അന്വേഷണം നടത്തിയിരുന്നത്. നിലവിൽ പോലീസിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നിലവിൽ കസ്റ്റഡിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ടലയിൽ നിന്നാണ് പ്രതികളെ തിരുവല്ലം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് അല്പസമയം മുമ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് സംബന്ധിച്ച് ഉയർന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരമായിരിക്കുന്നു. പ്രതികൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നു. നൌഫലിന്റെ മാതാവ്, പിതാവ് എന്നീ 3 പേരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നൌഫലിന്റെ മാതാവ് ചില ദേഹാസ്വാസ്ഥ്യം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇവരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾക്ക് വേണ്ടി ഒത്താശ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മഹാരാജാസ് കോളേജ് നാളെ തുറക്കാൻ പോകുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പ്രിൻസിപ്പൽ. എന്തായാലും നമ്മൾ പോയപ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു. നാളെ കോളേജ് തുറക്കുകയാണ്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. തീർത്തും ഒഴിവാക്കപ്പെടേണ്ട വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു തരത്തിലും ആ രീതിയിൽ മാറരുതാത്ത, അല്ലെങ്കിൽ ആയുധമെടുക്കൽ ഒഴിവാക്കേണ്ടതായ ഒരു രാഷ്ട്രീയ രീതി അവിടെ നമ്മൾ കണ്ടിരുന്നു. അതപ്പോൾ അവിടെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ നാളത്തെ കോളേജ് തുറക്കാൻ ധാരണയായിരിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയായിരുന്നു പ്രിൻസിപ്പൽ. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. മസാല ബോർഡിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡ് ആണെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TN തോമസ് ഐസക്. തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നും തനിക്ക് ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ഇടിക്ക് നൽകിയ മറുപടിയിലാണ് ഐസക്കിന്റെ വിശദീകരണം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് TM തോമസ് ഐസക് നൽകിയ 7 പേജുള്ള മറുപടിയിലാണ് പരാമർശം. കിഫ്ബി രൂപീകരിച്ചതു മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡുണ്ട്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ്. ഇക്കാര്യത്തിൽ തനിക്കു മാത്രമായി ഒരു ഉത്തരവാദിത്തമില്ലെന്നും ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇഡി സമൻസ് അയച്ചത് കോടതി ഉത്തരവിനെതിരാണ്. നിയമലംഘനവും അധികാരപരിധിയും ഇഡി വ്യക്തമാക്കിയാൽ അന്വേഷണവുമായി സഹകരിക്കാമെന്നും തോമസ് ഐസക് പറഞ്ഞു. എല്ലാ കണക്കുകളും എല്ലാ രേഖകളും
കിഫ്ബി ഹാജരാക്കി കഴിഞ്ഞു. നിയമലംഘനം പറയട്ടെ, നിങ്ങൾ ഈ നിയമം ലംഘിച്ചു, അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരാണെന്ന് പറഞ്ഞാൽ റെഡി. അതല്ലാതെ എൻ്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പോകാൻ കഴിയില്ല. മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തോമസ് ഐസക്കിന്റെ മറുപടി. 24 കൊച്ചി. രാജീവ് പറയുകയാണ്, മാർക്കറ്റ് വ്യൂ എന്ന ഓഹരി വിപണിയെ പറ്റി അവലോകനം ചെയ്യുന്ന പ്രോഗ്രാം വളരെ നന്നാവുന്നുണ്ട്. ഇത് കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു. എല്ലാവർക്കും സാമ്പത്തിക സുരക്ഷ നേടാൻ സാധിക്കട്ടെ, ആശംസകൾ എന്ന് പറയുകയാണ്. പവിത്ര പാതരെ പറ്റി പറയുന്നു, ഉളുക്കിന് സിദ്ധവദാസിന് തൈലം 1-ാം നമ്പർ. പവിത്ര പാതരെ പറ്റി. പവിത്ര ചോടോ, എന്നാണ് സുഖമാണോ? അപ്പോൾ പത്തനംതിട്ട തിരുവല്ലയിൽ ചികിത്സാപ്പിഴവ് മൂലം ഗർഭസ്ഥ ശിശു മരിച്ചുവെന്ന് പരാതി. അമ്പലപ്പുഴ സ്വദേശികളുടെ പരാതിയിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അമ്പലപ്പുഴ തെക്ക് കമ്പിയിൽ വീട്ടിൽ ഹരികൃഷ്ണൻ വന്ദന ദമ്പതികളുടെ 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു ഇന്നലെയാണ് മരിച്ചത്. വന്ദനയുടെ മാതാവിന്റെ പരാതിയിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സൂസനെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തത്. കുഞ്ഞിന് അനക്കക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ വന്ദന ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വന്ദനയെ വീണ്ടും ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ വന്ദനയ്ക്ക് വേണ്ട പരിചരണം നൽകാൻ ഡോക്ടർ തയ്യാറായില്ലെന്നാണ് ആരോപണം. കാഷ്വാലിറ്റി കയറി അനക്കം നോക്കുന്നതിന് മെഷീൻ അതിനകത്ത് വെച്ച് അനക്കം നോക്കി പറഞ്ഞു കുഞ്ഞ് ഹാർട്ട് ബീറ്റ് പെട്ടവരോട് സ്കാൻ ചെയ്യാൻ കൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുക. എന്നിട്ട് ഇവർ അത്രയും നേരം 12:30 നടന്ന സംഭവമായി. എന്നിട്ട് ഈ പെണ്ണുമ്പോൾ ഒരാഴ്ച എന്നിട്ട് പറയുക പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇത് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, എന്തെങ്കിലും അന്നേരം എന്റെ കുഞ്ഞിനെ എടുത്ത് തന്നിരുന്നെങ്കിൽ. വൈകിട്ടോടെ വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെട്ടു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞിന് ജീവൻ നഷ്ടമായെന്ന് തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. വന്ദന തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം മെഡിക്കൽ നെഗ്ലിജൻസ് ആണെങ്കിൽ അത് ഡോക്ടർക്കോ മറ്റാർക്കെങ്കിലും നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഉറപ്പായും അവർ ശിക്ഷിക്കപ്പെടണം. അതേപോലൊരു വാർത്തയാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ 7 വയസ്സുകാരൻ്റെ കാല് തളർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ചെന്ന് കുടുംബം. കുറ്റക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം. തുടർ ചികിത്സയ്ക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് സഹായം കിട്ടിയില്ലെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഏറെക്കാലത്തെ ആഗ്രഹത്തിനൊടുവിലാണ് 7 വയസ്സുകാരൻ മുഹമ്മദ് ഗസാലിന് സൈക്കിൾ വാങ്ങിയത്. ഒന്ന് ചവിട്ടി നോക്കാൻ പോലും ആയില്ല. തളർന്ന കാലുമായി കണ്ണീരോടെയാണ് ഈ പിഞ്ചു കുഞ്ഞ് സൈക്കിളിലേക്ക് നോക്കുന്നതെന്ന് മാതാവ് ഹിബ. ഞങ്ങൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ മോനാണെന്നുണ്ടെങ്കിൽ പുതിയൊരു സൈക്കിളിന്റെ മോൻക്ക് മേടിച്ചതായിരുന്നു, അതുപോലും ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ കുട്ടിക്ക് സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. ഡിസംബർ 1-നാണ് തലവേദനയെ തുടർന്ന് കുട്ടിയെ ചാവക്കാട് ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുത്തിവയ്പ്പിനിടെ ഞരമ്പിനേറ്റ ക്ഷതമാണ് കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ തകർത്തതെന്ന് കുടുംബം. ഒരു ഹൃദയ അശോക് കുമാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നത്. തലവേദനക്ക് എന്ന് പറഞ്ഞിട്ട് അവര് സൈക്ലോപാം ഇഞ്ചക്ഷൻ വയറുവേദനയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ജീഷ് KP കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. നോർമലി ഇങ്ങനെ മസിൽ പിടിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ സാധാരണ ചെയ്യാറ്. പക്ഷെ അയാൾ ചെയ്ത് ഒറ്റ കുത്തും കുത്തി അതേ സമയത്ത് തന്നെ മരുന്നും കയറ്റി. മുഹമ്മദ് ഗസാലിന്റെ ഇടതുകാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും കുത്തിവെപ്പെടുത്ത നേഴ്സിനെ വീടിനടുത്ത ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയതല്ലാതെ മറ്റു നടപടിയില്ല. പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട് വെള്ളിക്കുളങ്ങരയാണ്. ആ ഇരിങ്ങാലക്കുട ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് അയാൾക്ക് സ്ഥലം മാറ്റം കൊടുത്തുള്ളത്. അതായത് സ്വന്തം വീടിന്റെ അടുത്ത് തന്നെ അയാൾക്ക് വീട് കൊടുത്തിക്കാണ്. ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കാമെന്നറിയിച്ചെങ്കിലും ഇതുവരെയും ലഭ്യമായിട്ടില്ല. സാമ്പത്തികമായി തകർന്നെന്നും കുടുംബം പറയുന്നു. 24 തൃശൂർ. അതൊരു പ്രശ്നം പറയുകയാണ് ഹാഷ്മി. എന്താണ് മറ്റേ കുത്തിവെപ്പുകാരൻ രാജീവ്, കുത്തിവെപ്പ് കാരണം കാലിന് തളർച്ച വന്ന കുട്ടിക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാൻ 24 ശ്രമിക്കണം. SKN കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും നടക്കാൻ പാടുപെടുന്നവരല്ലേ മനുഷ്യർ. ഇത് കാണുമ്പോൾ തന്നെ ദുഃഖം തോന്നുന്നു. എന്തായാലും ആ വാർത്ത നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വാർത്തയ്ക്ക് പിന്നാലെ ഫോളോ അപ്പുകൾ ഉണ്ടാകും. സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ തിരിഞ്ഞു നോക്കിപ്പിക്കത്തക്ക രീതിയിലുള്ള വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുകയുമാണ്. കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ സമർപ്പിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. SFI മുൻ നേതാവ് K വിദ്യ മാത്രമാണ് കേസിലെ പ്രതി. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മഹാരാജാസിലെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് K വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി ചെയ്തത്
2022-23 അക്കാദമിക് ഇയറിൽ. തുടർന്ന് ഇതേ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച അട്ടപ്പാടി കോളേജിൽ വിദ്യ നിയമനത്തിന് ശ്രമിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടത്. കേസിൽ 7 മാസത്തിന് ശേഷമാണ് അന്വേഷണം പൂർത്തിയാക്കി നീലേശ്വരം പോലീസ് ഹോസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റ് സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. താൻ ഫോണിലാണ് രേഖ നിർമ്മിച്ചതെന്ന വിദ്യയുടെ മൊഴിക്ക് സമാനമാണ് കുറ്റപത്രത്തിലെയും പരാമർശം. നിയമനം നേടാൻ വ്യാജരേഖ ചമച്ചുവെന്നും ജോലിയിലൂടെ സർക്കാർ ശമ്പളം പറ്റിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വ്യാജരേഖ നിർമ്മിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് വിദ്യക്കെതിരെ ചുമത്തിയത്. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ അഗളി പോലീസിന്റെ അന്വേഷണവും അന്തിമഘട്ടത്തിലാണ്. 24 കാസർഗോഡ്. മലപ്പുറം എടപ്പാളിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. ചങ്ങരംകുളം കൊക്കൂർ സ്വദേശി കാസിം, ഭാര്യ റംല എന്നിവർക്ക് പരിക്കേറ്റു എന്നും വാർത്ത വരുന്നുണ്ട്. ഇവിടെ മൊണാലിസ പറയുന്നു, സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിത്യത്തൊഴിൽ അഭ്യാസ ചികിത്സ പലപ്പോഴും പിഴവുകളാക്കുന്നു. ചോദ്യം ചെയ്യാൻ കഴിയാത്തവണ്ണം നിയമങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ അവകാശവും ജീവനും പന്താടുകയാണ്. ഇതിനെതിരെ 24 ഒപ്പമുണ്ടാകണമെന്ന് പറയും. നേരത്തെ ആ ഡോക്ടർക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ആ ഡോക്ടർമാർക്കെതിരെ അതിക്രമത്തിൽ ശക്തമായ നിയമം വരുമ്പോഴൊക്കെ നമ്മൾ കട്ടയ്ക്ക് കൂടെ നിന്നതാണ്. പക്ഷേ ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ വൈദ്യ അല്ലെങ്കിൽ ചികിത്സാ പിഴവിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു, ആളുകൾക്ക് കാല് തളർന്നു പോകുന്നു എന്നൊക്കെ. ചികിത്സാ പിഴവൊന്നും പോലും എന്നെ പറയാൻ കഴിയില്ല, ധാർഷ്ട്യം എന്നേ പറയാൻ കഴിയുള്ളൂ. വൈദ്യസമൂഹം ആ നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിനെപ്പറ്റി കൂടി ഗൗരവമായി ചിന്തിക്കണം എന്നത് ആവശ്യപ്പെടുകയുമാണ്. KSRTC ഇലക്ട്രിക് ബസ്സിന്റെ വരുമാനക്കണക്ക് ചോർന്നതിൽ അരിശം തീരാതെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇനി കണക്ക് പറയാനും തീരുമാനമെടുക്കാനും താനില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തന്നെ ഉപദ്രവിക്കാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമാണെന്നും KB ഗണേഷ് കുമാർ പറയുന്നു. KSRTCയിൽ ഇ ബസ് വേണ്ടെന്ന മന്ത്രിയുടെ നിലപാടിനെതിരെ CPIM രംഗത്തെത്തിയിരുന്നു. ഇ ബസ് ലാഭകരമെന്ന് KSRTC റിപ്പോർട്ട് പുറത്തുവന്നത് KB ഗണേഷ് കുമാറിന് കൂടുതൽ ക്ഷീണമായി. തലസ്ഥാനത്ത് നടന്ന സ്വകാര്യ പരിപാടിയിലാണ് വിഷയത്തിൽ മന്ത്രി അതൃപ്തി പരസ്യമാക്കിയത്. കേരളത്തിൽ വാഹന നികുതി കൂടുതലാണെന്നും അതിനാൽ വാഹന രജിസ്ട്രേഷനിലൂടെ ലഭിക്കേണ്ട പണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പിന്നാലെ കണക്ക് പറഞ്ഞതുകൊണ്ട് ആരും കൊല്ലാൻ വരരുതെന്ന് ഒളിയമ്പു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. ഏതാണ്ട് 50-ൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ട് ഓടാം. അത് നമുക്ക് വലിയ ആപത്താണ്. കാരണം നമ്മുടെ വലിയൊരു നികുതി വരുമാനമാണ് നഷ്ടപ്പെടുന്നത്. തന്നെ ദ്രോഹിക്കാൻ ചിലർക്ക് താത്പര്യമെന്നും സത്യം ദൈവത്തിനു മുന്നിൽ തെളിയുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറി. ശിക്ഷിച്ചു കഴിഞ്ഞില്ലേ എന്നും പുതിയ തീരുമാനമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുമെന്നും മന്ത്രി. കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്, അതിൽ കാര്യമൊന്നുമില്ല. ഒരു തീരുമാനം, ഒരു പുതിയ തീരുമാനമില്ല. ഇനി എല്ലാം ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും. ഇലക്ട്രിക് ബസ് ലാഭത്തിലല്ലെന്ന വാദം പൊളിച്ച KSRTC വാർഷിക റിപ്പോർട്ട് പുറത്തുപോയതിൽ ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളിൽ വീണ്ടും ദീപികയിൽ മുഖപ്രസംഗം. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസനെ ഒഡീഷയിൽ ചുട്ടുകൊന്നതിന്റെ 25ാം വാർഷികത്തിലാണ് BJPയെയും കേന്ദ്ര സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ള മുഖപ്രസംഗം. ഏതാനും ദിവസങ്ങൾക്കിടെ ഇത് 2ാം തവണയാണ് BJPക്കെതിരെയും തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്കെതിരെയും ദീപിക ആഞ്ഞടിക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്നതിന്റെ 25ാം വാർഷികത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലുള്ളത് രൂക്ഷ വിമർശനങ്ങൾ. രക്ഷകർ ചമഞ്ഞു വരുന്നവർ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ വേട്ടയാടുന്നവരുടെ ഭാഗത്താണ്. തലോടുമ്പോഴും തല്ലിയ കൈകളെ ക്രൈസ്തവർക്ക് തിരിച്ചറിയാനാകും. അതിനുള്ള സാക്ഷരത ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. വർഗീയവാദികൾക്ക് മുന്നിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർബന്ധിക്കപ്പെടുന്നുവെന്നും മുഖപ്രസംഗത്തിലുണ്ട്. അണയാത്ത വിദ്വേഷത്തി എന്ന പേരിൽ ലേഖനവും ദീപികയിലുണ്ട്. മധ്യപ്രദേശിൽ പള്ളികളുടെ മുകളിൽ കാവിക്കൊടി കെട്ടിയ സംഭവത്തെയും അപലപിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ഗസയിൽ 21 സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ. ഇതോടെ ആകെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 208 ഉയർന്നുവെന്നും ഇസ്രായേൽ അറിയിച്ചു. ഗസയിലെ ഇസ്രായേലിന്റെ അധിനിവേശത്തിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സൈനികർ ഒറ്റ ദിവസം കൊല്ലപ്പെടുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ അഖിലശ്രീ ചേരുന്നുണ്ട്. അഖിലശ്രീ, ഹമാസിനെ തീർക്കാൻ അല്ലെങ്കിൽ ഹമാസിനെ ഫിനിഷ് ഓഫ് ചെയ്യും എന്ന അവകാശവാദമായി പോയവർ ഹമാസിൽ നിന്ന് തിരിച്ചടി ഏൽക്കുന്നു. 208 സൈനികർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇതാദ്യമായാണ് അത്രയധികം ഇസ്രായേൽ സൈനികർക്ക് ജീവനാശം ഉണ്ടാവുന്നത്.
തീർച്ചയായും ഹാഷ്മി, ഇസ്രായേൽ ഗസ ബോർഡറിൽ ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതായത് ഗസയിൽ 24 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ കെട്ടിടം തകരുകയും ഇങ്ങനെ സൈനികർ കൊല്ലപ്പെടുകയുമായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിക്കുന്നത്. കെട്ടിടത്തിനടിയിൽ ഇനിയും നിരവധി സൈനികർ കുടുങ്ങിക്കിടക്കുന്നതായും വിവരമുണ്ട്. ഹമാസ് നടത്തിയ വെടിവയ്പ്പിലാണ് കെട്ടിടം തകർന്നത്. അതായത് ഇസ്രായേൽ സൈന്യം സൂക്ഷിച്ചിരുന്ന മൈനുകൾ പൊട്ടിത്തെറിച്ചാണ് ഈ കെട്ടിടം തകർന്നതെന്നുമുള്ള വാർത്തകളും ഇപ്പോൾ ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. ഇതോടെ ആകെ ഇതുവരെയുള്ള യുദ്ധത്തിൽ 3 മാസം പിന്നിടുന്ന യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 208 ഉയർന്നിട്ടുണ്ട്. ഇത്രയും അധികം മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ യുദ്ധത്തിനൊരു താൽക്കാലിക ഇടവേള വേണമെന്ന ആവശ്യവും ലോകമെമ്പാടും നിന്നും പ്രത്യേകിച്ച് ഇസ്രായേൽ ഗവൺമെന്റിന് വലിയ തോതിൽ സമ്മർദ്ദവും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്റ്റേജസുകളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമാകാത്ത സ്ഥിതിക്ക് ഹോസ്റ്റേജുകളുടെ അതായത് ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഇസ്രായേൽ ഗവൺമെന്റിനോട് യുദ്ധത്തിന് താൽക്കാലിക ഇടവേള വേണം, വിരാമം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഗസയിൽ മാത്രം ഇതുവരെ 25,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഹാഷ്മി. അഖിലസ്യാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയതെന്ന് പറഞ്ഞാൽ അവിടെ 25,000 എന്ന് പറഞ്ഞാൽ 24,000 പേരും സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെയാണ്. 10,000-ലധികം കുഞ്ഞുങ്ങൾ അക്കാര്യത്തിലുണ്ട്. അപ്പോൾ പരമസാധാരണക്കാരെ കൊന്നൊടുക്കലല്ലാതെ ഹമാസിനെ ഏതെങ്കിലും തരത്തിൽ അവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ ബാധിക്കാനോ അതിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ യഹിയ സിമ്മർ, മുഹമ്മദ് ദയ്ഫ് തന്നെ ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ച പേരുകാരുണ്ട്. ആ പേരുകാരിലേക്ക് എത്താനൊന്നും ഇസ്രായേലിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിന് 208 സൈനികരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇതുവരെയുള്ള യുദ്ധചരിത്രത്തിൽ അത്രയധികം സൈനികർ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് യുദ്ധത്തെപ്പറ്റി ഒരു പുനർവിചാരണ ഇസ്രായേൽ ഉണ്ടാകുമെങ്കിൽ അത്രയും നല്ലത്. തുടർ സംഘർഷങ്ങളെ തുടർന്ന് അടച്ച മഹാരാജാസ് കോളേജിൽ അധ്യാപകരും പോലീസും വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തുന്ന യോഗം തുടരുന്നു. സെൻട്രൽ ACP, പ്രിൻസിപ്പൽ ഇൻചാർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം. SFI, KSU, ഫ്രട്ടേണിറ്റി, MSF സംഘടനകളുടെ പ്രതിനിധികളുമായാണ് ചർച്ച. കോളേജിൽ സമാധാനാന്തരീക്ഷം തിരിച്ചു കൊണ്ടുവന്ന് ക്യാമ്പസ് തുറക്കാൻ സാഹചര്യം ഒരുക്കാനാണ് ചർച്ച. അതിനിടെ കോളേജിലെ സംഘർഷത്തിന് പരിഹാരം കാണാൻ നേരിട്ട് ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. മഹാരാജാസിലെ പ്രശ്നം കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് ഡയറക്ടർ ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രിൻസിപ്പൽ അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുതുതായി വരുന്ന സംവിധാനം കൂടുതൽ ജാഗരൂകമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു യോഗം വിളിച്ചു ചേർക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഇനിയും ഒരു സംഘർഷം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയിപ്പോൾ കുട്ടികളാണ്, അങ്ങോട്ടും ഒരു തർക്കമൊക്കെ ഉണ്ടാവുമെങ്കിലും തർക്കത്തിനപ്പുറം ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ആയുധമെടുക്കലോ കത്തിക്കുത്തോ ഒക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ദേവിക ദേവ് പറയുന്നു, ഹാഷ്മി ബ്രോ ഞാനും എത്തിയിട്ടോ, നമസ്തേ ജി. പിന്നെ കുറച്ച് ലേറ്റായി പോയി, പക്ഷേ ലേറ്റസ്റ്റായി വന്നു. സുഖമല്ലേ? 28-ന് കാണാം കൊച്ചിയിൽ. ഞാൻ ത്രില്ലിലാണ് കേട്ടോ, എല്ലാവരെയും കാണാമല്ലോ. അപ്പോൾ നമ്മളും ത്രില്ലിലാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അടുത്ത് കാണാനും സംസാരിക്കാനും കഴിയും എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് 28-ന് ഉറപ്പായും കാണാം. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികളുടെയും മാനസിക നില പരിശോധിക്കാൻ എത്തിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പരിശോധന. വലിയ പോലീസ് സന്നാഹത്തോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗത്തിൽ പ്രതികൾ എത്തിച്ചത്. ശിക്ഷാവിധിക്ക് മുന്നോടിയായി പ്രതികളുടെ മാനസിക നില പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഡോക്ടറുടെ റിപ്പോർട്ടും ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടന്റ് റിപ്പോർട്ടും 25-ന് മുൻപ് ഹാജരാക്കാൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. കേസ് ഈ മാസം 25-ന് പരിഗണിക്കുന്ന കോടതി പ്രതികൾക്ക് പറയാനുള്ളതുകൂടി കേട്ട ശേഷം ശിക്ഷ വിധിക്കും. SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ ഈടാക്കുന്നത് കാലങ്ങളായി തുടർന്നു വരുന്ന രീതിയെന്ന വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സർക്കാരിനെ വിമർശിച്ച PK അബ്ദുൾ റബ്ബിന് മറവി രോഗം ബാധിച്ചിട്ടുണ്ടാകാം എന്നും മന്ത്രി കളിയാക്കി. അതേസമയം വിവാദത്തിൽ KSU MSF പ്രതിഷേധം തുടരുകയുമാണ്. ഫെബ്രുവരി 19 മുതൽ 23 വരെയാണ് SSLC മോഡൽ പരീക്ഷ. ചോദ്യപേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്നും പണം ഈടാക്കാനുള്ള ഉത്തരവിനെതിരെ ഇന്നലെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വിശദീകരണവുമായി രംഗത്തെത്തിയത്. കാലങ്ങളായി തുടരുന്ന രീതിയാണെന്നും LDF സർക്കാർ പുതുതായി ഒന്നും നടപ്പാക്കിയിട്ടില്ലെന്നും 2013 ഉത്തരവ് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായി ചെയ്തു വരുന്ന നടപടിക്രമം ഈ വർഷവും തുടർന്നുവെന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്നും ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനം എടുത്ത് നടപ്പാക്കിയ നടപടിയല്ല. മന്ത്രിയായിരുന്ന കാലത്ത് PK അബ്ദുൾ റബ്ബിന് സ്വന്തം ഓഫീസിലെ കാര്യങ്ങൾ പോലും അറിയില്ലായിരുന്നുവെന്നും V. ശിവൻകുട്ടി പരിഹസിച്ചു. PK അബ്ദുൾ റബ്ബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ്: അമ്മയെ വല്ലതും തരണേ,
അതൊക്കെ പണ്ട്. ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ. 2013 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഇറക്കിയ ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഉദാഹരണം വേണ്ട. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSUവും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് MSFും പ്രതിഷേധ പ്രകടനം നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം DDO ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പീറ്റർ പറയുകയാണ്, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ബസ് സൗകര്യമില്ല. ജീവനക്കാർ 2 മണിക്കൂർ നേരം എടുക്കും ബസ് കിട്ടാൻ. ടെക്നോ പാർക്കിൽ ബസ് ഹബ് തുടങ്ങിയാൽ നന്നായിരുന്നു. ഇപ്പോൾ കഴക്കൂട്ടത്ത് 6 കഴിഞ്ഞാൽ വലിയ തിരക്കാണ് എന്ന് പറയുകയാണ്. കാലാകാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നൊരു ആവശ്യമാണ് കേട്ടോ അത്. കുഞ്ഞുമൂന്ന് പറയുന്നു, പുതിയ ഗതാഗത മന്ത്രിക്ക് തുടക്കത്തിലെ കല്ലുകടിയാണല്ലോ എന്ന് പറയുന്നു. എന്നാൽ വലിയ പ്രതീക്ഷയോടെ കയറിയ മന്ത്രിയാണ്. പ്രതീക്ഷയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടുണ്ടെന്നല്ല. പക്ഷേ ഇലക്ട്രിക് ബസ്സിനെ കുറിച്ച് മന്ത്രി പറഞ്ഞ ഒരു പരാമർശം വിവാദമാവുകയും LDF CPM തള്ളുകയും അതിനെ തുടർന്നത് ലാഭകരമാണ് എന്ന കണക്കുകൾ പുറത്തേക്ക് വരികയും അത് മന്ത്രി KB ഗണേഷ് കുമാറിനെ പ്രകോപിതനാക്കുകയും ഇനി ഞാനില്ലേ എന്ന മറ്റുള്ള പ്രതികരണമൊക്കെ ഇന്ന് നടക്കുന്നത് കണ്ടു. തുടക്കത്തിൽ ചെറിയ നിരാശയ്ക്കുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ്. ഷിക്കാഗോയിലെ 3 ഇടങ്ങളിലുണ്ടായ വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. പ്രതി റോമിയോ നാൻസെ വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഷിക്കാഗോ ഇല്ലിനോയ് ജോലിയറ്റിലെ വെസ്റ്റേക്കേഴ്സ് റോഡിലെ 2200 ബ്ലോക്കിലാണ് വെടിവെപ്പുണ്ടായത്. 2 വീടുകളുള്ളവർക്ക് നേരെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു. 3 സ്ഥലങ്ങളിൽ നിന്ന് 2 ദിവസങ്ങളിലായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട 7 പേരും ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവരുടെ വീടുകൾക്ക് സമീപമാണ് പ്രതി താമസിച്ചിരുന്നത്. സംഭവത്തിനുശേഷം അക്രമി റോമിയോ നാൻസെ ചുവന്ന കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 23-കാരനായ അക്രമിയെ ടെക്സസിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ടവരും പ്രതിയും തമ്മിൽ മുൻപരിചയമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. തോക്കുനിയമത്തിലെ അപാകതകൾ മൂലം അമേരിക്കയിൽ ആക്രമിക്കപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുവരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തൃശൂർ കുന്നംകുളം പെലക്കാട്ട് പയ്യന്നൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ഏറെ നേരത്തെ ആശങ്കകൾക്കൊടുവിൽ ആനയെ തളച്ചു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ കടകൾ തകർത്തു. ഇന്ന് പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആന ഇടഞ്ഞത്. ആന അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചു. പെലക്കാട്ട് പയ്യൂർ സ്വദേശി കാസിമിന്റെ പെട്ടിക്കട തകർത്തു. കുന്നംകുളം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് അരമണിക്കൂർ പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമങ്ങൾ പതിവാണ്. മൂന്നാർ എക്കോ പോയിന്റിലാണ് ഇന്ന് കടകൾ തകർത്തത്. തുടർച്ചയായ 4ാം ദിവസമാണ് ജനവാസ മേഖലയിലേക്ക് പടയപ്പ എത്തുന്നത്. കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയവാര പുതുക്കാട് ഡിവിഷനിൽ കൃഷി നശിപ്പിച്ചിരുന്നു. ഒരു ഓട്ടോറിക്ഷയും തകർത്തു. 24 തൃശൂർ. ഇർഷാദ് പുൽവട്ട പറയുകയാണ്, KSRTC ഇന്നത്തെ അവസ്ഥ കാരണം ഉദ്യോഗസ്ഥരും യൂണിയനുകളുമാണ്. അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. മന്ത്രി നന്നായതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഇർഷാദ്, പക്ഷേ നമ്മൾ ഈ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ KSRTCയുടെ വരവും ചെലവും അത് ഓരോ മാസത്തെ വലിയ ലാഭങ്ങളുടെ കണക്ക് അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഈ യൂണിയൻ പ്രവർത്തനമൊക്കെ അത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നില്ല. അതിൻ്റെ KSRTCയുടെ കാലാകാലങ്ങളുള്ള ബാധ്യത അത് മിസ്മാനേജ്മെൻ്റ് ഒക്കെയാണ് അതിന് പ്രധാന കാരണം എന്ന് നമുക്ക് വളരെ വ്യക്തമായി, പക്ഷേ കണക്ക് ഡീറ്റെയിലായി പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ കരുതും പോലെ എല്ലാം സത്യമല്ല. ഇർഷാദ്, പാലാ നഗരസഭയിൽ കൗൺസിലറുടെ എയർപോർട്ട് കാണാതായതിനെ ചൊല്ലി വിവാദം തുടരുന്നു. എയർപോർട്ട് എടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സന് കത്ത് നൽകി. എയർപോർട്ട് എടുത്തയാൾ സ്വയം വെളിപ്പെടുത്തണമെന്നാണ് ഭരണപക്ഷം ആവർത്തിക്കുന്നത്. 26 അംഗ കൗൺസിലിലെ 25 പേരെയും ഒരുപോലെ പ്രതിസ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ് പാലാ നഗരസഭയിലെ ഈ എയർപോർട്ട് വിവാദം. ആരുടെ പക്കലാണ് എയർപോർട്ട് എന്ന് അറിയാമെന്ന് ഉടമയായ ജോസ് ചീരാങ്കുഴി പറയുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഇതോടെ ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തിലും വിഷയം സജീവ ചർച്ചയായി. ഇതോടെയാണ് തങ്ങൾ എടുത്തിട്ടില്ലെന്ന് കാട്ടി UDFിലെ 7 കൗൺസിലർമാർ ഒപ്പിട്ട ഒരു കത്ത് ചെയർമാന് കൈമാറിയത്. അപ്പൊ അവരൊഴിവായി ഞങ്ങളെ 17 പേരെ
ഭരണപക്ഷ കൗൺസിലർമാരും ഇതോടെ വെട്ടിലായി. ആരാണ് എയർപോർട്ട് എടുത്തതെന്ന് വ്യക്തമാക്കണമെന്ന് ഭരണപക്ഷ കൗൺസിലർമാരും ആവശ്യപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ടും എയർപോർട്ട് തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ പോലീസിൽ ലൊക്കേഷൻ അടക്കം കൈമാറാനാണ് കൗൺസിലറായ ജോസ് ചീരാങ്കുഴി ആലോചിക്കുന്നത്. 24 കോട്ടയം. പ്രേക്ഷകർക്കൊക്കെ അറിയാം, എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് നമ്മുടെ ഹെഡ്സെറ്റ് സാധാരണ ഇത് കുത്തി ചെയ്ത് വെക്കലാണല്ലോ. അപ്പോൾ വയർലെസ് ആയിട്ടുള്ള ഇത് മാത്രം കേൾക്കുന്ന 2 സാധനമാണ്. പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഒരു എയർപോർട്ട് കാണാതെ അതിൻ്റെ പേരിൽ ഒരു സമ്മേളനം ഒക്കെ അലങ്കോലമാവുമെന്ന് പറഞ്ഞാൽ ശരിയല്ല. എത്രയും പെട്ടെന്ന് എയർപോർട്ട് എടുത്തവർ അത് കൊടുക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെടുകയുമാണ്. ശബരിമല വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഉടൻ. ഏറ്റെടുക്കേണ്ട സ്വകാര്യ ഭൂമിയുടെ അതിർത്തി നിർണ്ണയം പൂർത്തിയായി. ഭൂമി ഏറ്റെടുക്കാൻ കോടതിയിൽ നിന്ന് തടസ്സമില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. 2570 ഏക്കർ ഭൂമിയാണ് ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2026 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും 165 ഏക്കർ സ്വകാര്യ ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു. സ്വകാര്യ പുരയിടങ്ങളിൽ കുറ്റികൾ സ്ഥാപിച്ച് അതിര് തിരിക്കുന്ന ജോലികൾ പൂർത്തിയായി. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം 45 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. നമ്മൾ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ നമുക്ക് നേടിയെടുത്തു. സോ ഇനി നമ്മൾ 11-1 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ എത്ര ഹോൾഡിംഗ്സ് ഉണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. സോ അത് ഇനിയും ഒരു മാസം 1.5 മാസമാവും. ആ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് 11-1 നോട്ടിഫിക്കേഷൻ ഇറക്കും. വിജ്ഞാപനത്തിന് ശേഷമാകും വില നിശ്ചയിച്ച സ്ഥലം ഏറ്റെടുക്കുക. 300 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കണമെന്നായിരുന്നു അനുമാനം. അതിർത്തി നിർണയം കഴിഞ്ഞപ്പോൾ ഇത് 165 ഏക്കറായി ചുരുങ്ങി. ഒഴിപ്പിക്കേണ്ട വീടുകളുടെ എണ്ണം 100-ൽ താഴെയായി. മണിമല വില്ലേജിലെ 23 ഏക്കർ ഭൂമിയും എരുമേലി തെക്ക് വില്ലേജിൽ 142 ഏക്കർ ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത്. കോടതി വ്യവഹാരങ്ങൾ പുരോഗമിക്കുകയാണെങ്കിലും തടസ്സങ്ങളില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 24 കോട്ടയം. അയോധ്യ ഇന്നലെ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ടും അതിനെ തുടർന്ന് രാഷ്ട്രീയ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വരുന്നത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയുമായി ശശി തരൂർ MP. രാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം വേണമെന്ന് പല ഹിന്ദുക്കളുടെയും ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് പള്ളി പൊളിക്കേണ്ടിയിരുന്നില്ല. മുസ്ലിം സമുദായം തന്നെ പള്ളി സ്വമേധയാ മാറ്റി മറ്റൊരിടത്തേക്കാക്കിയിരുന്നുവെങ്കിൽ എല്ലാവരും സന്തോഷേനെയെന്നും തരൂർ പറഞ്ഞു. പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിൽ ഒരു ക്ഷേത്രം കാണണമെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലൊരു അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. സലീം മാലിക് ചേർന്നു. സലീം, ഇപ്പോൾ ഇത് പറഞ്ഞു പിന്നെയും പറഞ്ഞ് കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുകയാണ് ശശി തരൂർ MP. ഹാഷ്മി, ഉറപ്പായും ഇന്നലെ തന്നെ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവിടെ ആ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഒരു രാമവിഗ്രഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ശശി തരൂർ ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. നേരത്തെ തന്നെ അയോധ്യ വീണ്ടും സന്ദർശിക്കുമെന്നതുൾപ്പെടെയുള്ള അയോധ്യയിൽ സന്ദർശനം നടത്തുമെന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ ശശി തരൂർ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് ഇത്തരത്തിൽ ഒരു വിവാദ പ്രസ്താവന ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് KSU സംഘടിപ്പിച്ച ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എത്തിയതായിരുന്നു. അവിടെ SFIയുടെ പ്രതിഷേധം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി ഉണ്ടായി. ബാനറും പ്രതിഷേധവും ഉൾപ്പെടെ ശശി തരൂർ വന്നപ്പോൾ തന്നെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു. ഈ അകത്ത് പ്രസംഗിച്ചപ്പോൾ തന്നെ തന്റെ മതേതരത്വം ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് പിന്നീട് ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. രാമക്ഷേത്രം അത് BJP ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ പങ്കെടുക്കാത്തത്. ഇനി നാളെയോ അതല്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലോ താനോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരോ അയോധ്യയിലേക്ക് പോവുകയോ സന്ദർശനം നടത്തുകയോ ചെയ്താൽ അത് മതേതരത്വത്തിന് എതിർക്കുക എന്നുള്ളതല്ല എന്നുള്ളത് പറഞ്ഞു. അതിനോടൊപ്പമാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു സമുദായത്തിന്റെ പല കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു രാമജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം വേണമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ പള്ളി പൊളിച്ചതിന് താനെതിരാണ്. അത് 1992 തന്നെ താൻ പറഞ്ഞതാണ്, പ്രസംഗിച്ചതാണ്. പക്ഷേ അന്ന് തന്നെ പല ഹിന്ദുക്കളുടെയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആ ആഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം സമുദായം തന്നെ ആ പള്ളി അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും സന്തോഷിച്ചേനെ എന്നുള്ളൊരു വിവാദ പ്രസ്താവനയാണ്. ആ പ്രസ്താവന നടത്താനുണ്ടായ സാഹചര്യം ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് ബാബരിയാണോ രാമക്ഷേത്രമാണോ നീതി എന്ന ചോദ്യത്തിനായിരുന്നു ഈ നിലയിലൊരു മറുപടി പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിനെ കൂടി വെട്ടിലാക്കുന്ന ഒരു പരാമർശമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്
ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിലവിൽ തന്നെ പല മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു. SFI ഉൾപ്പെടെയുള്ളവർ ബാനർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ശശി തരൂർ ഇക്കാര്യം കൂടി പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിശദീകരിക്കേണ്ടതായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. താൻ ജയ് ശ്രീറാം എന്നൊരു മുദ്രാവാക്യം മുഴക്കിയല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിയത് കൊണ്ട് തന്നെ ഹെയിൽ സിയാറാം എന്നൊരു പോസ്റ്റായിരുന്നു താൻ ഇട്ടത്. അത് BJPക്ക് എതിരാണ് എന്നതുൾപ്പെടെയുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വല്ലാതെ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ശശി തരൂർ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രസംഗത്തിലും അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴുമെല്ലാം ശശി തരൂർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു വിവാദത്തിലേക്ക് കൂടി ശശി തരൂരിന്റെ പ്രസ്താവന മാറുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഹാഷ്മി. യെസ്, അപ്പോൾ തരൂർ പിന്നെയും കോൺഗ്രസിനെ വിട്ടിലാക്കുകയാണ്. ഇപ്പോൾ തരൂർ ഈ പറഞ്ഞ പ്രതികരണം അതിന് മറുപ്രതികരണം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ നിർബന്ധിതമാകും. അത് ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. പാലാ നഗരസഭാ വൈസ് ചെയർപേഴ്സണായി കേരള കോൺഗ്രസ് എമ്മിലെ ലീന സണ്ണി പുരയിടം തെരഞ്ഞെടുക്കപ്പെട്ടു. 24 ഡിവിഷൻ കൊട്ടാരമറ്റത്ത് നിന്നുള്ള കൗൺസിലറാണ് ലീന. UDFിലെ സിജി ടോണി UDF സ്ഥാനാർത്ഥിയായിരുന്നു. ലീന സണ്ണിക്ക് 17 വോട്ടുകളും സിജിക്ക് 8 വോട്ടുകളും കിട്ടി. നിലമ്പൂർ നോർത്ത് DFO അശ്വിൻ കുമാറിന് സ്ഥലമാറ്റം. ഫോറസ്റ്റ് റിസോഴ്സ് ഡെപ്യൂട്ടി കൺസർവേറ്ററായാണ് DFO മാറ്റിയത്. കണ്ണൂർ DFO ആയിരുന്ന P കാർത്തികാണ് പുതിയ നിലമ്പൂർ നോർത്ത് DFO. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ മുറിയിൽ മരിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ മൃതദേഹം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് DFOക്കെതിരെ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DFOയെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പെട്ടെന്നുള്ള സ്ഥലമാറ്റം എന്നാണ് സൂചന. രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് തയ്യാറായി തിരുവനന്തപുരം. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയതായി സംഘാടകർ അറിയിച്ചു. ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് കൂട്ടനടത്തം സംഘടിപ്പിച്ചു. മാനവീയ വീഥിയിൽ മന്ത്രി V അബ്ദുറഹ്മാൻ കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു. K-Walk കേരള നടത്തം, അതാണ് കായിക ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം നടത്തിയ കൂട്ടനടത്തത്തിന് നൽകിയ പേര്. അക്ഷരാർത്ഥത്തിൽ ആ പേര് പോലെയായിരുന്നു പ്രചരണ പരിപാടിയും. കേരളം ഒന്നിച്ചു നടക്കുകയായിരുന്നു. വിവിധ കായിക ഇനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ് പ്രചരണ പരിപാടിയിൽ അണിനിരന്നത്. ഫെൻസിംഗ്, ഫുട്ബോൾ, ആർച്ചറി, റോളർ സ്കേറ്റിംഗ്, കരാട്ടെ, റോൾബാൾ, വുഷു തുടങ്ങിയ ഇനങ്ങളിലെ കുട്ടിത്താരങ്ങൾ മുതൽ പരിശീലകർ വരെ. കൂടാതെ കായിക വകുപ്പിലെ ജീവനക്കാരും K-Walkൽ പങ്കാളികളായി. കായികമന്ത്രി V അബ്ദുറഹ്മാൻ പരിപാടിക്ക് നേതൃത്വം നൽകി. കായിക മേഖലയ്ക്ക് പുത്തനുണർവേകാൻ ഉച്ചകോടിക്കാകുമെന്നും ഇതോടെ കേരളത്തിൽ ഒരു മികച്ച സമ്പദ് വ്യവസ്ഥയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു സമിറ്റ് നടത്താൻ കാരണം കേരളത്തിലെ കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള പുതിയ വിഷയങ്ങൾ ഈ സമിറ്റിലൂടെ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ്. പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലം വരെ കായിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്ന മൈക്രോ ലെവൽ സമിറ്റുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറാൻ പോവുകയാണ്. മാനവീയ വീതിയിൽ നിന്ന് ആരംഭിച്ച K-Walk കനകക്കുന്ന് മ്യൂസിയം, LMS, പാളയം വഴി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ജനുവരി 12 ഉച്ചകോടിയുടെ പ്രചരണാർത്ഥം കാസർഗോഡ് നിന്ന് ആരംഭിച്ച സൈക്ലത്തോൺ പര്യടനത്തിനും സമാപനമായി. അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇന്ന് വൈകിട്ട് 6 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുൻ അത്ലറ്റ് അശ്വിനി നാച്ചപ്പ, ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസൺ, മിന്നുമണി എന്നിവർ വിശിഷ്ടാതിഥികളാകും. ജനുവരി 23 മുതൽ 26 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഉച്ചകോടി നടക്കുക. 24 തിരുവനന്തപുരം. അലി മണ്ണാർക്കാട് പറയുന്നു. ഹാഷ്മി, അലി മണ്ണാർക്കാട് എന്ന ഒരു പാവം കുറേ നേരം മെസ്സേജ് അയക്കുന്നു. ഒന്നും വായിക്കില്ല എന്ന വാശിയിലാണോ? എന്നാ ചേട്ടാ, അങ്ങനെ നമുക്ക് വാശി വല്ലതും ഉണ്ടോ? പക്ഷെ അലി മണ്ണാർക്കാട് എന്നാൽ സ്വയം പറയുകയാണ് അലി മണ്ണാർക്കാട് പാവമാണെന്ന്. അങ്ങനെ പറയുന്നത് ശരിയാണോ? ദേവികാദേവ് പറയുന്നു, എനിക്കൊരു പരാതിയുണ്ട് ഗണേഷ് കുമാർ സാറിനോട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പഠിക്കൽ കൂടി കുറച്ച് ബസ് അനുവദിക്കണം. ഇന്നലെ എൻ്റെ ഒരു ചേച്ചി 2 മണിക്കൂർ നിന്നിട്ടും ആലുവ ബസ്സോ കളമശ്ശേരിക്കുള്ള ബസ്സോ വന്നില്ല എന്ന് പറയുകയാണ്. പൊതുവെ ബസ്സുകൾ കുറവാണെന്ന് തോന്നുന്നു, അങ്ങനെ പ്രശ്നമുണ്ട്. രാകേഷ് അമറോഷും ഒരു യാത്രാ ദുരിതമാണ് പറയാനുള്ളത്. ഹാഷ്മി, മൈസൂർ കൽപ്പറ്റ ഭാഗത്തേക്ക് പോകാൻ ഒരു ബസ്സുമില്ല. നിലമ്പൂരിലുള്ള ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. എത്രയോ ജനങ്ങൾക്ക് ഉപകാരമുള്ള റൂട്ടാണ്. ഞങ്ങൾ കോഴിക്കോട് വരെ പോയി ബസ് കയറേണ്ടതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ KB ഗണേഷ് കുമാറിനുള്ള ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾ പറയുകയാണ് ഓരോരോ പ്രേക്ഷകർ. അപ്പോൾ മന്ത്രി മനസ്സുകൊടുക്കാതെ ഈ പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമാണ്.
ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായക മത്സരം. സിറിയാണ് എതിരാളികൾ. വൈകിട്ട് 5-ന് അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. മലയാളി താരം സഹൽ അബ്ദുസമദ് ആദ്യ ലെവലിൽ ഇടം പിടിക്കും. ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട ഇന്ത്യക്ക് നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാകാൻ ഇന്ന് വമ്പൻ ജയം അനിവാര്യമാണ്. തൃശൂർ അതിരപ്പള്ളി ഷോളയാറിൽ വാഹനാപകടത്തിൽ പോലീസ് ഓഫീസർ മരിച്ചു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 40 വയസ്സുള്ള വിൽസണാണ് മരിച്ചത്. കൊല്ലം സ്വദേശിയാണ്. വിൽസൺ ഓടിച്ചിരുന്ന ബൈക്കിൽ വിറക് കയറ്റി വന്ന് ലോറി ഇടിക്കുകയായിരുന്നു. രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. സങ്കട വാർത്തയായിരുന്നു അത്. പരീക്ഷാ പേ ചർച്ചയോടനുബന്ധിച്ച് എറണാകുളം കേന്ദ്രീയ വിദ്യാലയത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയുമായി സംബന്ധിക്കാൻ അവസരമൊരുക്കുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. ചിത്രരചനാ മത്സരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വികസിത് ഭാരത്, ചന്ദ്രയാൻ തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു മത്സരം. പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ഇത്തരം പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് ആത്മധൈര്യം നൽകുന്നതാണെന്ന് കേന്ദ്രീയ വിദ്യാലയ എറണാകുളം റീജിയണൽ ഡെപ്യൂട്ടി കമ്മീഷണർ സന്തോഷ് കുമാർ എൻ പറഞ്ഞു. ഈ പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ ആശയമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി പരീക്ഷ ഒരു ആഘോഷമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആശയം തന്നെ. അദ്ദേഹം നേരിട്ട് കുട്ടികളുമായി സംവദിക്കുന്നതിലൂടെ കുട്ടികളിൽ ഒരു ധൈര്യം, ആത്മവിശ്വാസം ഉടലെടുക്കുകയും ഇത്രയും വലിയൊരു നേതാവിനോടൊപ്പം ചിലവഴിക്കുന്നതോടൊപ്പം കുട്ടികളിൽ അവർക്ക് ഏതുതരം ബുദ്ധിമുട്ടുകളെയും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. മാത്രമല്ല, ഇത് ഇന്ത്യ മൊത്തം എത്തുന്നതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളിലും അതുപോലെ രക്ഷാകർത്താക്കളിലും സമൂഹത്തിലും പരീക്ഷ എന്നുള്ളത് പേടിക്കാനുള്ള ഒന്നല്ല, മറിച്ച് അത് ധൈര്യത്തോടെ സന്തോഷത്തോടെ ഫേസ് ചെയ്യാനുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പരീക്ഷാ പേ ചർച്ചയുടെ ഒരു പ്രധാന ആശയം. പവിത്രൻ അതിനെപ്പറ്റ ഇന്നത്തെ കാലാവസ്ഥ ഞാൻ തന്നെ നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കാലാവസ്ഥ കാണാത്തതിൽ അസ്വസ്ഥനാണ് പവിത്രൻ ചേട്ടൻ. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുന്നേ തന്നെ ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുസ്തകം അച്ചടിക്കുന്ന KBPS മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുകയും ചെയ്തു. കാക്കനാട്ടെ KBPS പാഠപുസ്തക അച്ചടി 15% പൂർത്തിയായിട്ടുണ്ട്. KBPS SCRT ഉദ്യോഗസ്ഥരുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. പുതിയ പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുമ്പേയും പഴയ പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് 1 മാസം മുമ്പേയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. 15% അച്ചടി ഇപ്പോൾ പൂർത്തീകരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് 3% ആയിട്ടുള്ളൂ. ഇപ്രാവശ്യം 15% ആയിട്ടുണ്ട്. KBPS ജീവനക്കാരിൽ ഭൂരിഭാഗവും ദിവസവേതനക്കാരാണ്. പുതുക്കിയ വേതന വ്യവസ്ഥ നടപ്പിലാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. പാഠപുസ്തകങ്ങളുടെയും ലോട്ടറിയുടെയും അച്ചടിയിലൂടെ KBPS ലഭിക്കാനുള്ള തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകൾ മന്ത്രിക്ക് നിവേദനം നൽകി. 24 കൊച്ചി. അപ്പോൾ പ്രിയപ്പെട്ട പക്ഷേ നമ്മുടെ 1.5 മണിക്കൂർ നിന്ന് വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും.